കേരള വിഷന്റെ വിമൻ എംപവർമെന്റ് ഇനീഷ്യേറ്റീവാണ് സ്ത്രീപക്ഷം. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും പ്രവർത്തിക്കുവാനുമുള്ള വേദി ഒരുക്കുകയാണ് സ്ത്രീപക്ഷത്തിലൂടെ. കേരളത്തിലെ വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, വാഷ് ഔട്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ആളുകളും കെട്ടിടങ്ങളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അത്രമാത്രം ദുഃഖകരമായ ഈ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ഈ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഉയർന്നു വരുന്നൊരു പേരാണ് ഈ ഒരു റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തെക്കുറിച്ചും അവിടുത്തെ മലനിരകളിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും അത് അധികം താമസിയാതെ തന്നെ അതിനുവേണ്ട നടപടി എടുത്തില്ലെങ്കിൽ 4-5 വർഷത്തിൽ തന്നെ കേരളത്തിന് ഭീഷണിയാകും എന്നുള്ള ആ റിപ്പോർട്ട് നമുക്കറിയാം. ഏത് പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്തും അത് ഉയർന്നു വരും. എന്നിരുന്നാലും ഈ 2019 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് ഈ ഉരുൾപൊട്ടലുകളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് അധികവും നമുക്ക് നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം ഏരിയയിൽ തന്നെയാണ് ഉണ്ടായിരിക്കും. ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യരായ ആളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. പ്രൊഫസർ ഉഷ അരവിന്ദ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ്. വെൽക്കം ടു സ്ത്രീപക്ഷം. അഡ്വക്കേറ്റ് TB മിനി അഭിഭാഷക ആണ്, അതുകൂടാതെ ആക്ടിവിസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ്. അതുകൂടാതെ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ്. ജ്യോതി നാരായണൻ പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ആക്ടിവിസ്റ്റാണ്. അഡ്വക്കേറ്റ് TV അനിത DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും മഹിളാ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റും കൂടിയാണ്. സ്വാഗതം മാം. ഇനി നമുക്കിന്നൊരു അതിഥിയുണ്ട് സ്ത്രീപക്ഷത്തിലേക്ക്. നമ്മുടെ വൈപ്പിൻ കേരളത്തിലെ ഏറ്റവും വലിയ തീരദേശ മേഖലയായ വൈപ്പിൻ്റെ MLA ആണ് ബഹുമാനപ്പെട്ട KN ഉണ്ണികൃഷ്ണൻ സർ. നമുക്കറിയാം, സ്ത്രീ വിരുദ്ധരായ സ്ത്രീകളും ഇഷ്ടംപോലെയുണ്ട്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക്, സ്ത്രീപക്ഷത്തിലേക്ക് സ്വാഗതം. ഈ പ്രകൃതി ദുരന്തങ്ങൾ അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിനെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി സംസാരിക്കേണ്ടത്. കാരണം കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മളിനി പറഞ്ഞ് അതിനു വേണ്ടി വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഉഷ അരവിന്ദ്. മാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്? ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത്, വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുകയാണ്. അതേപോലെ അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ. അപ്പോൾ പ്രകൃതി ദുരന്തം നമ്മൾ ശരിക്കും പറഞ്ഞ 2018 നമ്മുടെ ഫ്ലഡാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന നമ്മുടെ ഫ്ലഡ്. 19 നമുക്കത് കവളപ്പാറയായി, 20 പെട്ടിമുടിയായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാതെ നമുക്ക് നോക്കാം. കാരണം നമ്മൾക്ക് അതിനെ തുടർന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അലേർട്ടുണ്ട്. അതായത് മഴ വരുന്നു, അല്ലെങ്കിൽ കൂമ്പാര മേഘങ്ങൾ വരുന്നു. നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ റഡാർ സെൻറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ട് വിടാറുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെക്നോളജിക്കലി അത്രയും മുന്നോട്ട് വന്നിട്ടില്ല. പ്രകൃതി ദുരന്തത്തിനെ നമ്മളിപ്പോൾ ഇനി ഒരു ഡിസാസ്റ്റർ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യരുത്. അത് നമ്മളിൽ ഓരോരുത്തരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തി, അപ്പം അതിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ്. എനിക്ക് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അത് നമ്മൾ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ ഒതുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം മാത്രമല്ല, നമ്മുടെ ജലസ്രോതസ്സുകൾ, നമ്മുടെ നദികൾ, അത് എല്ലാം തന്നെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. അതിനെ നമ്മൾ
നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള, പക്ഷേ അതേസമയം തന്നെ ലാൻഡ് സ്ലൈഡിനും ഇത്തരം മറ്റ് ഒരുപാട് പ്രകൃതിയുടെ ഇത്തരം എന്താ പറയുക കലിതുള്ളലിന് പ്രേരകമാകുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയും കൂടെ ആണിത്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എത്രമാത്രം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇതിന് കാരണമാകുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വരുന്ന കാര്യങ്ങൾ? അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ ആ ഹ്യൂമൻ ഇൻ്റർവെൻഷനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, നമ്മളാൽ അപ്പോൾ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം തന്നെ വരുന്ന ഒരു ചിന്താഗതി. അപ്പോൾ അതിനകത്ത് അതായത് നമ്മൾ ഭൂമിയെ തരംതിരിച്ച് കാണാൻ തന്നെ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭൂമിയെ തരംതിരിച്ച് നമ്മൾ കാണണം, വാസയോഗ്യമായത് വാസയോഗ്യമല്ലാത്തത് എന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭൂമിക്ക് പലപ്പോഴായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന, പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന ആഘാതം തന്നെയാണ് പലപ്പോഴും ആ മുറിപ്പാടാണ് ഇത്തരം ഒരു കലിതുള്ളലിലോട്ട് നമ്മളെ നയിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ഇല്ലാതാക്കും? അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്ത് അത് ഇല്ലാതാക്കുക. കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു അവബോധമുണ്ട്. കാരണം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ നമ്മൾ പറയുക, നമുക്ക് മുന്നിലൊരു പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ കനാലുകളിൽ ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു പോയി. അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് എങ്ങനെയാണ് നമ്മുടെ ജലസ്രോതസ്സിൽ വന്നത്? അപ്പോൾ അതിനകത്ത് നമുക്കൊരു പങ്കില്ലേ? തീർച്ചയായിട്ടും പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു പങ്ക് റെയിൽവേക്കാണ് എന്ന് മാത്രം വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ വ്യക്തിക്കും, ഇതിനകത്തുള്ള ഓരോ വ്യക്തിക്കുമുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത ഓരോ വ്യക്തിക്കും അതിലൊരു പങ്കുണ്ട്. അവർ വലിച്ചെറിഞ്ഞൊരു കുപ്പിക്കോ ഒരു ജ്യൂസ് കാനിനോ എല്ലാം അതിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ കർണാടകത്തിലോട്ട് പോയി, അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മുക്തരാകുന്നതിന് മുന്നേ നമ്മൾ ഒട്ടും വിശ്വസിക്കാതെ ഒരു അർദ്ധരാത്രിയിൽ ഇതാ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു ദുരന്തം എത്തിയിരിക്കുന്നു. അപ്പോൾ അർബനൈസേഷൻ ആണോ കാരണം? കാലാവസ്ഥാ വ്യതിയാനമാണോ കാരണം? ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമാണെങ്കിൽ അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നമുക്ക് സാധ്യമാവുന്നത്? അത് എങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ലെവലിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുക? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടതും അതിനെക്കുറിച്ചാണ് നമുക്കൊരു ബോധവൽക്കരണം വേണ്ടത്. ഇനിയിപ്പോൾ ഒരു കലാമിറ്റി ഉണ്ടായി, അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു വാണിംഗ് ഉണ്ട്, ഒരു കലാമിറ്റിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് മാനേജ് ചെയ്യുന്നത്? അപ്പം ഇനി ഉണ്ടായാൽ എങ്ങനെ മാനേജ് ചെയ്യും? ഈ രണ്ട് സൈഡുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിമം എന്താണ് ഇതിനൊരു അഭിപ്രായം ഉള്ളത്? നമ്മുടെ ഈ പ്രകൃതി ദുരന്തത്തിലുണ്ടായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആദരാഞ്ജലികൾ. അവിടെ സേവനമനുഷ്ഠിക്കുന്ന നമുക്കാർക്കും അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല, അവർക്കും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മാഡം പറഞ്ഞ അത് നിർത്തിയത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രീയമായി അത് ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു 100 വർഷം മുന്നുള്ള ജീവിതമല്ല ഇന്നുള്ളത്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ പോലെ തന്നെ ഒന്നാണ് എന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ ഉൾക്കൊള്ളണം. ഇതിൻ്റെ ഗ്രീഡി മനുഷ്യൻ ലാഭമുണ്ടാക്കാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ഭൂമിയെ തുരന്നും ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങളെ അടക്കം കൊള്ള ചെയ്ത് ലാഭമുണ്ടാക്കാനുള്ള ഒരു ത്വരയാണ് ഇന്ന് ലോകത്തിൽ മുതലാളിത്തം, നമ്മൾ മുതലാളിത്തം എന്ന് തന്നെ പറയണതിന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പം അവിടെ അവർക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നില്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണം എന്നില്ല. തങ്ങളുടെ ലാഭം കിട്ടുന്നതിന് വേണ്ടി അവരെന്തും ചെയ്ത് കുഴിക്കേണ്ടടുത്ത് കുഴിക്കുന്നു, മാന്തേണ്ടടുത്ത് മാന്തുന്നു, വലിയ റോഡുകൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അവർ നടത്തുന്ന മൂലധന നിക്ഷേപവും അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ലാഭവുമല്ലാതെ ഈ മനുഷ്യ ജീവജാലങ്ങൾക്കോ ഈ പ്രകൃതിക്കോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് അവരൊരിക്കലും ചിന്തിക്കണില്ല. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഭരണകൂടമാണ്. നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഇപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പഠനങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ചാണ് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ CRZ എന്ന് പറഞ്ഞ നിയമം, ഈ നിയമം കോസ്റ്റൽ സോൺ റെഗുലേഷൻ ആക്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ തീരദേശ മേഖലകളിലും കായൽക്കടൽ തീരങ്ങളിലും ഈ കോർപ്പറേറ്റ് കമ്പനികൾ അടക്കമുള്ള ആളുകൾ കയ്യേറി, സാധാരണക്കാരല്ല വലിയ ആളുകൾ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള
പാരിസ്ഥിതിക ഡാമേജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് യഥാർത്ഥത്തിൽ CRZ എന്ന് പറയുന്ന ഒരു ആക്ട് വരുന്നത്. ഇപ്പൊ MLAക്ക് അറിയാം, ഈ CRZ വന്നതിന് ശേഷം CRZ ആദ്യം 200 മീറ്ററിന് ഉള്ളിലായിരുന്നു വീടുകളും കൺസ്ട്രക്ഷനും പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അത് വെറുതെ വന്നതല്ല, അത് കൃത്യമായും അതങ്ങനെ ഈ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വൻകിടക്കാർ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് പഠിച്ചാണ് നിയമം ഉണ്ടായത്. പക്ഷെ നമ്മൾ ഇവിടെ അതെങ്ങനെയെങ്കിലും കുറയ്ക്കാനായിട്ട് നമ്മൾ സാധാരണക്കാരുടെ പേര് പറഞ്ഞു. സാധാരണക്കാർക്ക് ഒരു 2 സെന്റിലോ 5 സെന്റിലോ വീട് വയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പ്രക്ഷോഭം നടത്തി. നമ്മൾ പല പല രീതിയിൽ വന്ന്. പക്ഷെ ഈ പ്രക്ഷോഭങ്ങളൊന്നും യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് സാധാരണക്കാരെക്കാളെ അപ്പുറം ഈ കയ്യേറി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വൻകിടക്കാരെ തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന ആഘാതം ഇപ്പൊ ഞാനത് നമ്മൾ ഈ വൈപ്പിൻ ദ്വീപിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ബോൾഗാട്ടി പാലസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ബോൾഗാട്ടി പാലസ് എൻ്റെ സ്റ്റഡീസ്, എൻ്റെ അറിവ് അനുസരിച്ച്, എനിക്ക് കിട്ടിയിട്ടുള്ള സ്റ്റഡീസ് അനുസരിച്ച് ഈ ബോൾഗാട്ടി പാലസും വൈപ്പിൻ ദ്വീപും കടലെടുത്ത് പോകുന്ന ദൂരം വിദൂരമല്ല എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. അതിന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ പറയുന്നത് ഒരു ചരിത്രമായി ചിലപ്പോൾ മാറിയേക്കാം. അപ്പൊ അതിന് പല കാരണങ്ങൾ പറഞ്ഞു. ആഗോളതാപനം പറയുന്നുണ്ട്. അപ്പൊ ആഗോളതാപനത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഞാൻ മൂന്നാറിൽ എൻ്റെ പ്രിയ സഖാക്കളാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും. പാർട്ടി എന്ന നിലയിലും എനിക്ക് അവരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരും മൂന്നാറിൽ പോകുമ്പോൾ റോഡിന്റെ വികസനത്തെ കുറിച്ച് ഫോട്ടോ എടുത്ത് ഇടും. ഞാനൊന്നും മൂന്നാറിൽ പോണ ഒരാളല്ല. പക്ഷെ നമുക്ക് സന്തോഷം, നമ്മളുടെ ഒരു സർക്കാർ വരുന്നു, ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, ആ റോഡിൽ കൂടെ എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് ചിന്തിക്കുന്നത് എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. മൂന്നാറിലേക്ക് പോകുന്നത് വലിയ ഡിഫിക്കൽട്ടിയാണ്. ഇപ്പൊ പിൻസ് ഒക്കെ വളരെ കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ആ റോഡുകൾ കാണുമ്പോൾ ആ വികസനത്തിന് നമുക്ക് ഭയങ്കര സന്തോഷവും. പക്ഷെ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? പ്രകൃതി അതിനെ എങ്ങനെ നിലനിർത്തിയിരുന്നു? ഈ ആ കുന്നുകളിൽ കല്ലുകൾ ഉണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പ് അതുപോലെ നിലനിർത്തണം, നിർത്തിക്കൊണ്ട്. അതെ അതെ, ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾ ആ കരിങ്കല്ലിന്റെ പ്രാധാന്യം എന്താ? ഒന്ന്, വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി അതിലൂടെയാണ് വരുന്നത്. അപ്പൊ വെള്ളം താഴേക്ക് പോകുന്നില്ല. അതേസമയം ഈ കരിങ്കല്ല് മാറ്റിയാൽ ഈ വെള്ളം താഴെ ഈ മണ്ണിലേക്ക് ഇറങ്ങും. അത് മണ്ണിനെ പിടിച്ചു നിർത്തില്ല. കരിങ്കല്ലില്ലല്ലോ തടസ്സമായിട്ട് നിൽക്കാൻ. അപ്പൊ നമ്മൾ അവിടെ വികസന പ്രവർത്തനം നടത്താൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അതിന്റെ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടി കണ്ടേ നമ്മൾ വികസന പ്രവർത്തനത്തിന് ഫണ്ട് മാറ്റിവെക്കേണ്ടത്. എങ്ങനെയാണോ നിങ്ങൾ അതിനെ ഇടിച്ചു നിരത്തി വീതി വെപ്പിക്കുന്നത്, അതിന്റെ പൂർവ്വ അവസ്ഥയിൽ അതിനെ നിലനിർത്താനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാവണം. ഏത് കട്ടിങ് അതില്ലാതെ നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ, ഈ റോഡ് പണിത് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ സാധനം ഇടിഞ്ഞു വീഴും. കാരണം കേരളത്തിന്റെ പ്രകൃതിയിൽ മഴ എന്ന് പറയുന്നത് കൃത്യമായി കിട്ടുന്ന ഒരു കാര്യമാണ്. നല്ല മഴ കിട്ടുന്ന ഒരു സംസ്ഥാനവുമാണ്. ആ നിലയിൽ എല്ലായിടത്തും ഇപ്പൊ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇതുണ്ടായത്. അർജുനനും അതുപോലുള്ള ആളുകൾ നഷ്ടപ്പെട്ടത് കർണാടകയിലാണ്. എവിടെയും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് എങ്ങനെയാണോ പ്രകൃതി അതിനെ സംരക്ഷിച്ചിരുന്നത് അതിന്റെ പൂർവാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് വേണം എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്താനായിട്ട്. പിന്നെ വയനാട് മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നമാവും. പക്ഷെ അയാൾ ഒരു ശാസ്ത്രജ്ഞനാണ്. ആളെ സംബന്ധിച്ച് അയാൾ നടത്തിയ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരം അത് സർക്കാരിനും പൊതുസമൂഹത്തിനും മുന്നിലേക്ക് വെക്കുകയാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ആളുടെ നോളജ് ഈ നാട്ടിലെ ഒരാൾക്കും ഉണ്ടാവില്ല. അതിന് ശരികളോ തെറ്റുകളോ നമുക്ക് കണ്ടെത്താം. പക്ഷെ നമ്മളുടെ ചിന്ത എപ്പോഴും കുടിയേറണമെന്നും നമ്മളുടെ ചിന്ത എപ്പോഴും കാടുകളും വനങ്ങളും മലകളും ഒക്കെ നമുക്ക് ഇടിച്ചു നിരത്താനുള്ളതാണ് എന്നുള്ള ചിന്തയിൽ ആവുമ്പോൾ നമ്മൾ ഇത്തരം ആളുകളെ എതിർക്കും. പക്ഷെ അയാൾ പറയുന്നതിൽ എന്തിനും ശരിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം ഭരണകൂടത്തിനും ജനങ്ങൾക്കും ഉണ്ട്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിപ്പോ ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സർക്കാരുകൾക്ക് ഉത്തരം. എന്തിനാണ് നമ്മൾ സർക്കാരുകൾ ഇത്തരം ആളുകൾ നിയോഗിക്കുന്നത്? സർക്കാരുകൾ നിയോഗിക്കുന്നത് സർക്കാരിന്റെ പല ഏജൻസികൾക്കും പറ്റാത്തതും ആരാണോ ആ മേഖലയിൽ പഠിക്കുന്നത് അവരുടെ നോളജ് നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പൊ ആ റിപ്പോർട്ടുകൾ നമ്മൾ കാര്യമായി പരിഗണിക്കണ്ടേ? കേരളം പോലുള്ള സംസ്ഥാനത്ത് വയനാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് അവിടുത്തെ ഭൂപ്രകൃതി പറയുന്നത്. ഇപ്പൊ ഞാനിതിൽ കാണുന്ന ഒരു കാര്യം, ജപ്പാനിൽ
നമ്മളെക്കാളും ദൂരം വികസിച്ച ഒരു രാജ്യമാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? അവിടെ മരങ്ങൾ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. ആ വീടുകളിൽ ഇനി രണ്ട് കാര്യം ഉണ്ടായില്ലേ, അവര് ഈ പ്രകൃതി ദുരന്തങ്ങൾ അവിടെയും പ്രതീക്ഷിക്കുന്നതാണ്. അവർ ഒലിച്ചു പോയാലും മരത്തോടു കൂടിയാണ് അവർ ഒലിച്ചു പോണത്. രക്ഷപ്പെടാനുള്ളൊരു വഴി കൂടിയാണ് ഈ മരം. പിന്നെ ഭൂമിക്ക് കേടില്ല. ഇതുകൊണ്ട് തന്നെ അവിടുത്തെ ഏതൊരു വികസിത രാജ്യത്തിലും ഇന്ന് കേരളത്തിൽ പണിയുന്ന പോലെ ഒരു വീടോ കെട്ടിടമോ പണിയാൻ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല. നിങ്ങൾ ഗൾഫിൽ പോകുന്നു, കുറെ പൈസ സംഘടിക്കുന്നു, അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യത്ത് പോകുന്നു, പൈസ സംഘടിക്കുന്നു. ഈ പണം മുഴുവൻ നിങ്ങൾ മുടക്കുന്നത് ഒരു വലിയ ആചാരമാവും വീടുണ്ടാക്കാനാണ്. അവിടെ ഒരാളോ രണ്ടുപേരോ താമസം, ഒന്നല്ല കൂടുതൽ. അതെ, അല്ലെ, ഞാൻ ആളുകൾ താമസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വീടേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഈ പണിയുന്ന വീടുകൾ ഈ ഭൂമിക്ക് നൽകുന്ന ആഘാതത്തെ കുറിച്ച് പണിയുന്നവർക്കുമില്ല, ഭരണാധികാരികൾക്കും ഇല്ല ചിന്ത. അപ്പൊ ഇതിന് ഈ പ്രകൃതി ദുരന്തം, നമ്മൾ സ്ത്രീപക്ഷത്തേക്ക് വന്നാൽ ഈ പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന നമ്മൾ ഈ പ്രകൃതിയുടെ ഒരു പാർട്ടായിട്ടാണ് എപ്പോഴും സ്ത്രീകള്, ആളുകള്, കവികളോ കലാകാരങ്ങളോ ഒക്കെ വിലയിരുത്തുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പൊ ആണുങ്ങൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാലും സ്ത്രീകളൊക്കെ മരിച്ചു പോകുന്നു പറഞ്ഞാലും ഇതിന്റെ ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെ തന്നെ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും ഉത്തരവാദിത്വമാണ്. നമ്മൾ സ്ത്രീപക്ഷത്തേക്ക് വന്നാൽ ഈ പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന നമ്മൾ ഈ പ്രകൃതിയുടെ ഒരു പാർട്ടായിട്ടാണ് എപ്പോഴും സ്ത്രീകള്, ആളുകള്, കവികളോ കലാകാരങ്ങളോ ഒക്കെ വിലയിരുത്തുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പൊ ആണുങ്ങൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാലും സ്ത്രീകളൊക്കെ മരിച്ചു പോകുന്നു പറഞ്ഞാലും ഇതിന്റെ ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെ തന്നെ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും ഉത്തരവാദിത്വമാണ്. കാരണം ഓരോ ഭൂമിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതിനെ ശരിക്കും സ്റ്റഡി ചെയ്ത് നമ്മൾ പറയും ഡിസൈനിങ് ചെയ്യാന്ന് പറയും. ഓരോന്നും നമ്മളിപ്പോൾ കെട്ടിടങ്ങളടക്കം ചിലർ ചെയ്യുന്നത് കണ്ടുണ്ടോ, ആ മരത്തിനെ അവിടെ നിർത്തി അതിനെ വേദനിപ്പിക്കാതെ ചില ആർക്കിടെക്ചേഴ്സ് അത് അവരങ്ങനെ ചെയ്യുന്നത് കാണാം കറക്റ്റായിട്ട്. അതേമാതിരി ഓരോന്നിനെ വ്യക്തമായിട്ട് തന്നെ വേണം. അപ്പോൾ എന്താണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്ന നില ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ പ്രകൃതിയുടെ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കണം. അതിന് പുതിയ പുതിയ മാർഗങ്ങളും നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ വികസനത്തെ സംബന്ധിച്ച് പുതിയ ആധുനിക കാലത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നാം ഓരോരുത്തരും പുതിയ കാലത്ത് ഉയർന്നു വരേണ്ട വികസനങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ ആധുനിക സമൂഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഉപയോഗിക്കുന്ന എല്ലാത്തരം കാര്യങ്ങൾക്ക് പിന്നിലും വികസനത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേയൊക്കെ പ്രകൃതി ഉപയോഗപ്പെടുത്തേണ്ടി വരും. നമുക്കത് ഒഴിവാക്കിയിട്ടുള്ള ഒരു വികസനവും സാധ്യമല്ല. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ ഭൂമിക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് മറ്റൊരു ചിന്ത കൂടി അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഒന്ന്, ജനസാന്ദ്രത കൂടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം. ഭൂപ്രകൃതി പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോലമായ ഭൂപ്രകൃതി തന്നെയാണ് പൊതുവിലുള്ളത്. ഇപ്പോൾ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കൂടുതൽ പുതിയ കാലത്തിനനുസൃതമായി വളർത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ പുതിയ പുതിയ നിലപാടുകൾ വേണം. നമ്മളതിനകത്ത് കൃത്യമായി ഈ വികസനത്തിൻ്റെ, ഇപ്പോൾ നമുക്കൊരു കാര്യം പറയാം, നമ്മൾ ഈ പ്രകൃതിയെ നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് പുതിയ സാങ്കേതികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കറണ്ടിൻ്റെ ഉൽപ്പാദനം, അല്ലെങ്കിൽ ഡാമുകൾ അതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ. അപ്പോൾ ആധുനികമായിട്ടുള്ള നമ്മുടെ എല്ലാ തരത്തിലുള്ള ഈ കാര്യം, ഇപ്പോൾ നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ വലിയ കെട്ടിടങ്ങൾ ചിലപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് നിർമ്മിക്കേണ്ടി വരാം. പിന്നെ വീടുകളുടെ നിർമ്മാണം, ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ പ്രകൃതിയെ വല്ലാതെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതില്ലാതെ ഒരു പക്ഷേ നമുക്ക് ചിലതെല്ലാം ക്രമീകരിക്കാം. അപ്പോൾ ഇത് ഈ നിലയിൽ വേണമോ, അതിലൊരു
പ്രധാനപ്പെട്ട ഒരു സജഷൻ. ഇപ്പോൾ വീടുകളുടെ വലിപ്പം അത്ര വേണമോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുകൾ വേണമോ, അത്തരം കാര്യങ്ങളൊക്കെ പ്രായോഗികമായി ആലോചിച്ച് അതിലെല്ലാം ക്രമീകരണങ്ങൾ നമുക്ക് വരുത്താൻ കഴിയുന്നതാണ്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു, ജനസംഖ്യ വലിയ രൂപത്തിൽ വർദ്ധിക്കുന്ന, അതിനനുസൃതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൂസാഹചര്യം കേരളത്തെ സംബന്ധിച്ചില്ല. അപ്പോൾ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന് പറയുക എന്നുള്ളതൊക്കെ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ നിലവിലുള്ള ഭൂമിയുടെ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് എങ്ങനെ അതിജീവിച്ച് മനുഷ്യർക്ക് നിൽക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ സാങ്കേതികപരമായിട്ടുള്ള വിദ്യകൾ ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് അതിതീവ്രമായ മഴയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ, വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിതീവ്രമായ മഴ, അപ്പോൾ ഭൂമിയിലേക്ക് അമിതമായി വെള്ളം, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരേ സമയത്ത് പെയ്തിറങ്ങുമ്പോൾ അത് ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ വരികയും അതിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന ഈ ഒരു വലിയ പ്രത്യാഘാതം, എങ്ങനെ നമുക്ക് ഭൂമിയിലേക്ക് ഇങ്ങനെ വരുന്ന മഴയെ ഡൈല്യൂട്ട് ചെയ്യാം, നമ്മൾ ആലോചിക്കുക. പുതിയ കാലത്ത് ആലോചിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ കനത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന മഴജലത്തെ ആകാശത്ത് വെച്ച് തന്നെ നമുക്കത് വലിയ രൂപത്തിൽ പ്രസരിപ്പിച്ച് അതിൻ്റെ ഇത് കുറയ്ക്കാൻ കഴിയുമോ? ഇപ്പോൾ നമ്മൾ കടലാക്രമണമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ ശക്തമായി വരുന്ന തിരകളെ നമുക്ക് മുറിച്ച് അത് കടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ ആലോചിക്കണം. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സാമ്പത്തികം അത് കൂടുതൽ മാറ്റി വെച്ചുകൊണ്ട് അത്തരം മേഖലകളിൽ നല്ല ഗവേഷണങ്ങൾ നടക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്തിനകത്ത് വളരുകയും ഒപ്പം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പ്രായോഗിക തലത്തിൽ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം, അതായത് മനുഷ്യരുടെ, ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ തന്നെ മനുഷ്യരുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടി വരും. കാലങ്ങളായി കൃഷി ചെയ്യുന്ന മനുഷ്യർ ഒരു ഘട്ടത്തിൽ കാലങ്ങളായി ഞാനവിടെ കൃഷി ചെയ്യുന്ന ആ ഒരു ഉൽപ്പന്നം അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നു, അവർക്കവിടെ താമസിക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നു. അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു, വരുമാനത്തെ ബാധിക്കുന്നു, മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നതിനെയൊക്കെ നമുക്ക് പ്രായോഗിക തലത്തിൽ ആലോചിക്കേണ്ടി വരും. അപ്പോൾ വികസനത്തെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ആലോചനകൾ നടത്താൻ കഴിയില്ല. വികസനത്തോടൊപ്പം ഇപ്പോൾ ഹരിത കർമ്മസേന നടത്തുന്ന പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് മാഡം പറഞ്ഞു, അത്തരം കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. വീടുകളുടെ എണ്ണവും അതുപോലെ വലിപ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്താൻ കഴിയും. അതുപോലെ നമ്മുടെ സമൂഹത്തെ അല്ലെ ഈ നമ്മുടെ ഭൂമിയിലേക്ക് പുറത്തേക്ക് വിടുന്ന ഈ ഹരിത ഗ്രഹവാതകങ്ങൾ അതിൻ്റെ പിന്നെ പ്രസരണം കുറയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ആലോചിക്കാം. അപ്പോഴും ആത്യന്തികമായി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങൾ, അവർക്ക് നിലവിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഉള്ളടക്കം വെച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൂടി നമ്മുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മുൻകൂട്ടി അവർക്ക് കൃത്യമായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ഒരു പോരായ്മ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു. കാര്യം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നു. പക്ഷേ എത്രമാത്രം ഇതിൻ്റെ ആഘാതം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഡെപ്ത് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനർത്ഥം അത്തരം നിരീക്ഷണങ്ങളടക്കം വളരെ ശക്തമായി നമ്മുടെ ഈ രാജ്യത്തകത്ത് വളരേണ്ടതുണ്ട്. അപ്പോൾ ഒപ്പം നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏതായാലും ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം. എന്നാൽ വികസന പ്രവർത്തനങ്ങളെ പുതിയ കാലത്ത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസനവും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രകൃതിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസനങ്ങളും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വികസനത്തിനെ ഇല്ലാണ്ടാക്കാനും പറ്റില്ല. കാരണം നമ്മുടെ വരുന്നൊരു രീതി അങ്ങനെയാണ്. പക്ഷെ ഇതിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ശരിക്കും ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ ജ്യോതി മാം, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കും? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞ ചില പ്രവർത്തകരൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഇവിടെ ഭൂമിയിൽ ജീവിക്കേണ്ട മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്, ആവശ്യമാണ്, നിലനിൽക്കേണ്ട കാര്യമാണ് ഈ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു 5-6 പേരൊന്നുമില്ല ഈ പരിസ്ഥിതി പ്രവർത്തനം, എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കുറെ കാലത്തേക്ക് പിന്നെ ഇത് അതിന്റെ ഒരു ചൂട് കഴിയുന്നവരെ ഭയങ്കര ചർച്ച നടക്കുന്നു. പിന്നെ നമ്മൾ അത് മറക്കുന്നു. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് ഒരു സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ അത് സംസാരിക്കുന്നു. ഏതല്ല, ഇത് ഒരു
തുടർച്ചയായിട്ട് ഉണ്ടാവേണ്ട ഒരു ഇതാണ്. ഇപ്പൊ നമ്മളോട് എന്താ പറയാ, ജീവൻ വേണോ ശരീരം വേണോ എന്നുള്ളൊരു ചോദ്യമാണ്. വികസനം വേണോ മറ്റേ പരിസ്ഥിതി നിലനിൽക്കണമെന്ന് വെച്ചാൽ ജീവൻ വേണോ ശരീരം വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം ജീവനും അതിന്റെ തുടർച്ചയായിട്ട് അതിനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരവും ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആദ്യം ജീവൻ തന്നെയാണ് വേണ്ടത്. ആ ഒരു ധാരണയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസന സങ്കല്പമാണ്. വികസന സങ്കല്പം എന്ന് പറഞ്ഞാൽ വികസിത രാജ്യം എന്ന് പറഞ്ഞ് നമ്മൾ കണക്കാക്കി എണ്ണപ്പെടുത്തി വെച്ചേക്കണം ചില രാജ്യത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വികസനമായി എന്നുള്ളതാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 550 കിലോമീറ്റർ നീളത്തിലും 75 മുതൽ ഒരു 150 കിലോമീറ്റർ വരെ വീതിയിലും കിടക്കുന്ന ഒരു സ്ട്രിപ്പായിട്ടുള്ള ഒരു ഇതാണ്. അതിൽ മലകളുണ്ട്, ഇടുക്കി മറ്റേ ആ ഭാഗങ്ങളിൽ മലകളുണ്ട്, ഇടപ്രദേശമുണ്ട്, തീരപ്രദേശമുണ്ട്. അപ്പൊ ഈ ജനസാന്ദ്രത ധാരാളം കൂടിയ ഒരു ഭാഗമാണ്. അപ്പൊ ലോകത്തിലെ എല്ലാ സ്ഥലത്തും കണ്ടേക്കുന്ന സാധനങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നത് നമുക്കിവിടെ നടപ്പാക്കാം, അതാണ് വികസനം എന്ന് ഭരണകൂടവും ജനങ്ങളും ഒരേപോലെ വിചാരിക്കുക, അത് ഉണ്ടാക്കലാണ് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മൊത്തം ജീവിത സാമൂഹ്യ അവസ്ഥയെ വളരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ മാറി ചിന്തിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ വലിയ പരിസ്ഥിതി പ്രവർത്തകയാണെന്നോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആണെന്നോ പറയില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇവിടെ ജീവിക്കുന്ന ഈ ലോകത്തിനെ കണ്ണു തുറന്ന് കാണുന്ന ഒരാളാണ്. ആ രീതിയിൽ ഇപ്പൊ എനിക്കിപ്പോ വയനാട്ടിൽ ഉണ്ടായത് നാളെ ഇടുക്കിയിൽ ഉണ്ടാവില്ല എന്നോ അതല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ, ലോകത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഉണ്ടാവില്ല എന്ന് ഒരു വശത്ത് കാണുമ്പോൾ മറ്റു വശത്ത് മറ്റു രീതിയിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡിങ് മാത്രമല്ല പല തരത്തിലുള്ള എന്താ പറയണ ഇപ്പൊ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരു പാരസ്പര്യമുണ്ട്. അതൊക്കെ തകർന്ന് തരിപ്പണായി. അപ്പൊ ഇത് പണ്ട് മുതലേ ഒരു പ്രത്യേക കാര്യം വെച്ചാൽ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുവറർ എഗൻസ്റ്റ് പൂറസ്റ്റ് എന്ന്, പാവപ്പെട്ട മനുഷ്യര് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കെതിരെ എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടപ്പോൾ ഈ ബീഡി സിഗരറ്റ് പുകവലിക്കെതിരെ ഒരു നിയമം വന്ന സമയത്ത് ഈ സിഗരറ്റ് കമ്പനി മുതലാളിമാര് സാധാരണക്കാരായ ഈ ബീഡി തൊഴിലാളികളെ ഇറക്കി സമരം ചെയ്ത് ഒരു രീതി ഉണ്ടായി. എന്നുവെച്ചാൽ ഇതിന്റെ ലാഭത്തിൽ ബഹുഭൂരിപക്ഷം കിട്ടുന്നത് സിഗരറ്റ് കമ്പനിക്കാണ്, പക്ഷെ ഇറങ്ങി സമരം ചെയ്തത് ബീഡി തൊഴിലാളികളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ വലിയ ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്ന വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന മലമേഖലകളിലും ഇതിലൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ക്വാറികളും വലിയ ഡാമുകളും അതൊക്കെ പണിയുന്ന ആളുകൾ സാധാരണക്കാരായ ചേമ്പും മറ്റേ കരിവേപ്പിൻ്റെ ഇലയൊക്കെ വച്ച് ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ ഇല നട്ട് ജീവിക്കുന്ന മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ച് അവരെ ഇറക്കിയാണ് നടക്കുന്നത്. അവരെ പറ്റിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവർ പാവം മനുഷ്യരാണ് ശരിക്കും. കാരണം അവരെ ഭയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ഇപ്പൊ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് എനിക്ക് തോന്നുന്നു 2012-13 13 അത് വരുന്നത്, 12 അതിന്റെ തുടർച്ചയായിട്ട് ആ കാലങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അതിനെതിരെ ഒരു മീറ്റിംഗ് കൂട്ടിയ MLA-ക്ക്, അന്നത്തെ MP അല്ലെ MP ആയിരുന്നു എന്ന് തോന്നുന്നു, അങ്ങേർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് PT തോമസിനെ പോലെയുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഇത് എന്താ പറയണ ഏറ്റവും ഇത് അനുഭവിക്കുന്നത് ആരാണ്? എപ്പോഴും സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം, ഇപ്പൊ ഒലിച്ചുപോയ വീട്ടിൽ ബഹുഭൂരിപക്ഷ ആളുകളും ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരാണ്. ഇപ്പൊ ഇവിടെ വികസനം എന്ന് പറഞ്ഞു വരുന്നതിന്റെ ദുരന്തം അനുഭവിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വികസനം വരുമ്പോൾ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. ഇതാണ് പറഞ്ഞത്. എന്താണ് വികസനം എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ എന്താ പറയണ 125 മീറ്റർ വീതി മാത്രമുള്ള, അതല്ലെങ്കിൽ ഇതുള്ള ഏറ്റവും 75 മീറ്റർ മുതൽ 125 മീറ്റർ വീതിയുള്ള 550 മീറ്റർ നീളമുള്ള ഒരു ഇതിന്റെ എത്ര എയർപോർട്ടുകൾ വേണം, എത്ര മാളുകൾ വേണം, എത്ര ഇത് വേണം? ഇതാണോ വികസനം? ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നം എല്ലാ ആളുകൾക്കും കുടിവെള്ളം കിട്ടുന്നുണ്ടോ? സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലമുണ്ടോ? ഇപ്പൊ ഉള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം തന്നെ വേറെ നടക്കാൻ പോകുന്നുള്ളൂ, സമരം നടക്കാൻ പോണേ ഉള്ളൂ. അത് അതിന്റെ അടുത്ത വശം. ഇപ്പൊ ഇതുപോലെ സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടല്ലാതെ വരുന്നതൊന്നും വികസനമല്ല, ലാഭ കച്ചവടമാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം. ലാഭം ഉണ്ടാക്കണവർക്ക് ഇതിനോട് യാതൊരു ബാധ്യതയുമില്ല. ഇത് തിരിച്ചറിയേണ്ടത് ഭരണാധികാരികളാണ്. ജനം
പറഞ്ഞ ഇട്ട് ചില നിയമങ്ങൾ കൊണ്ടുവരും. ഈ ചില നിയമങ്ങൾ എന്താ പറയണ, നിയമങ്ങൾ തന്നെ അപകടകരമായിട്ടുള്ളതാണ്. ആ നിയമങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ, കൊണ്ടുവന്ന നിയമങ്ങളെ നടപ്പിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് നമ്മളൊരു ദുരന്തം ഇപ്പൊ നമ്മൾ വെട്ടിമുടിയിലോ അതല്ലെങ്കിൽ ഇപ്പൊ വയനാട്ടിലോ നമ്മൾ കണ്ടു. ഇതല്ലാതെ ദിവസവും ജീവിതം തന്നെ ദുരന്തമായിട്ട് നമ്മൾ ടൂറിസത്തിലാണ് ഊന്നുന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ള സൗകര്യങ്ങളോ അമേരിക്കയിലുള്ള സൗകര്യങ്ങളോ ഇവിടെ ഉണ്ടാക്കി വെക്കലല്ല ടൂറിസം. അത് കാണാനാണെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. ഇവിടെ വരുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതവും രീതിയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഭക്ഷണ രീതിയും ഇവിടുത്തെ മനുഷ്യരെ അവരുടെ സംസ്കാരവും ഒക്കെ അറിയാനും കാണാനുമാണ് ഓരോ ടൂറിസ്റ്റുകളും ഓരോ സ്ഥലത്ത് പോകുന്നത്. അപ്പൊ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ടെക്നോളജിയെ കുറിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് ടെക്നോളജിയുടെ അതുകൊണ്ട് ഉപജീവനം നടത്തിയ ഒരാളാണ് ഞാൻ. അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടും നല്ല ധാരണയുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മറികടക്കാവുന്ന ഒരു അതിമോഹം, അതിരി കവിഞ്ഞ ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് പലരുടെ. പക്ഷെ അത് സാധ്യമല്ല. അതിന്റെ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അനിത പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. മഴ പെയ്യണതിന്റെ ഇപ്പൊ ഇത്ര ശക്തിയായിട്ട് മഴ പെയ്യണതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ കാർമേഘം അങ്ങോട്ട് മുകളിലേക്ക് പോയാല് ഉയരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചൂട് ഭയങ്കര കൂടുതലാകുമ്പോൾ അതിന് മുമ്പ് തന്നെ ഘനീഭവിച്ച്, പണ്ട് പോയിരുന്നതിന്റെ അത്രയും ഹൈറ്റിലേക്ക് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല, അതിന് മുമ്പ് തന്നെ ഘനീഭവിച്ച് മഴയായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത്ര കനത്ത മഴ. ഇപ്പൊ പഴയ എന്റെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെ ജീവിതകാലത്ത് തന്നെ ചെറുപ്പത്തിലുണ്ടായ ഒരു മഴയുടെ ശീലമല്ല ഇപ്പോഴത്തെ മഴയുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതിന് ഒരു കാരണം പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പല കാരണങ്ങളുമുണ്ട്. ഈ പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം പ്രശ്നമൊന്നും അല്ല, ഇത് ലോകത്തിൽ മൊത്തത്തിലുള്ളൊരു പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ പെട്ടെന്ന് ഇങ്ങോട്ട് ശക്തിയായിട്ട് മഴ വരുന്നതിൽ അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം ഇങ്ങനെയാണെന്ന് ഒരു സയന്റിസ്റ്റിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും അപ്പൊ അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ ഇതിന് നമുക്ക് ഇനി ടെക്നോളജി കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം കുറെ കൂടി ഈ പരിസ്ഥിതിയായിട്ട് യോജിക്കാവുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എത്രമാത്രം വികസനം വേണം, എത്രമാത്രം ഇലക്ട്രിസിറ്റി വേണം, എത്ര വീട് നമുക്ക് വേണം, എത്ര എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. എത്ര സ്പീഡ് നമുക്ക് വേണം, നമ്മൾ ഇത്രയും സ്പീഡിൽ അങ്ങോട്ട് പോയാൽ പിന്നെ അവസാനം നമുക്ക് എത്തേണ്ടി വരുന്നത്, ഇപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. കാളവണ്ടി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങള് ഇത് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് മനുഷ്യർ മാത്രം തിരിച്ചറിഞ്ഞ കാര്യമില്ല. ഇത് അറിയേണ്ടത് ഭരണാധികാരികളാണ്. വേണ്ടത് എത്ര സ്പീഡ് നമുക്ക് വേണം, നമ്മൾ ഇത്രയും സ്പീഡിൽ അങ്ങോട്ട് പോയാൽ പിന്നെ അവസാനം നമുക്ക് എത്തേണ്ടി വരുന്നത്, ഇപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. കാളവണ്ടി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങള് ഇത് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് മനുഷ്യർ മാത്രം തിരിച്ചറിഞ്ഞ കാര്യമില്ല. ഇത് അറിയേണ്ടത് ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വികസന സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയും അത് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിന് ലോ ആൻഡ് ഓർഡർ ആവശ്യമുള്ളിടത്ത് അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ലാഭം ഉണ്ടാക്കാനുള്ളതാണ് എന്തും വാങ്ങാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടാകുന്നതാണ്. പൈസയുള്ളവർക്ക്, പണമുള്ളവർക്ക് എന്തും വാങ്ങാൻ പറ്റുന്ന ഒരു ഇടമാണ്, അവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകലാണ് വികസനം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. സാധാരണക്കാരിൽ ഏത് ദുരന്തം ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ദുരന്തത്തിന്റെ ഫലം അനുഭവിക്കുന്നു ഇനി പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളും ഏറ്റവും അധികം അധികാരം കുറഞ്ഞവരും ദരിദ്രരുമായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരന്തം, അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള ആർജവും ശക്തിയും കൂട്ടായ്മയും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ തന്നെ പറയണം എന്നാ പറഞ്ഞത്. എന്താണ് സ്ത്രീപക്ഷ ചിന്തകളെ പ്രോജ്വലിപ്പിക്കാൻ കേരള വിഷൻ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വയനാടുണ്ടായ ദുരന്തം യഥാർത്ഥത്തിൽ അതൊരു ദേശീയ ദുരന്തമായി കണക്കാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തികമായ വിഭവങ്ങൾ കുറവുള്ള ഒരു ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ കേരളത്തെ സഹായിക്കാനുള്ള അടിയന്തരമായ മാർഗങ്ങൾ കേന്ദ്ര സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട
ഏജൻസികളും മുന്നോട്ട് വരേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ആമുഖമായി സൂചിപ്പിക്കുക. ഈ വിഷയം ഇവിടെ ജ്യോതി മേഡം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സന്ദർഭം വരുമ്പോൾ 2018 പ്രളയം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, അല്ലെങ്കിൽ കടൽക്ഷോഭം, ഇത്തരം കാര്യങ്ങളെല്ലാം വന്ന് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതിനുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതും. എന്തായാലും ഓരോ ദുരന്തങ്ങളും നമ്മെ പുതിയ പുതിയ ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളുമാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈ മനോഹരമായ പ്രകൃതിയും ഭൂമിയും അതിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം നമുക്ക് മാത്രം, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും അതിന് കേടുപാടുകളോ പരിക്കുകളോ ഇല്ലാതെ നമുക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി കൈമാറേണ്ടതാണെന്നുള്ളൊരു ബോധം പ്രാഥമികമായി എല്ലാവർക്കും ഉണ്ടാകും. പരിസ്ഥിതി പ്രശ്നം ഇപ്പോൾ ഇടയ്ക്ക് ചർച്ചയ്ക്ക് മിനി മേഡം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം അവർ പറഞ്ഞത് മുതലാളിത്ത രാജ്യങ്ങളെ വിമർശിക്കുകയുണ്ടായി. ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ക്യോട്ടോ ഉടമ്പടിയും പാരീസ് ഉടമ്പടിയും ലോകത്ത് പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സാർവദേശീയമായിട്ടുള്ള ഉച്ചകോടികളാണ്. അതിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴും വികസിത രാജ്യങ്ങൾ പ്രത്യേകിച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ അത് പാലിക്കപ്പെടാറില്ല. ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനാണ്, അതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഉദാഹരണം, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഗോളതാപനത്തിൻ്റെ പ്രശ്നം പ്രധാനമാണ്. ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി കുറച്ചുകൂടി ആധികാരികമായി അത് കൺക്ലൂഡ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ലോകത്ത് 800 കോടി വരുന്ന ജനസംഖ്യയാണ്. 800 കോടി വരുന്ന ജനസംഖ്യ നിലനിൽക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 450 ppm അധികമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ഉച്ചകോടികളും സമ്മേളനങ്ങളും മറ്റ് കൺവെൻഷൻസുകളും എല്ലാം നിർദ്ദേശിക്കുന്നത് പോലെ ഓരോ രാജ്യങ്ങളും പാലിക്കപ്പെടേണ്ട പ്രതിരോധ നടപടികൾ പാലിക്കപ്പെടേണ്ട നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അത് അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇപ്പോൾ 2018 ഉണ്ടായ പ്രളയം ഒഡീഷയിലെ കടൽ ചൂടെടുത്തപ്പോഴാണല്ലോ ഇവിടെ നമുക്ക് പ്രളയമായി അനുഭവപ്പെട്ടത്. അതുപോലെ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ മലകൾ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും, കാട്ടുതീ പടരും, ദ്വീപസമൂഹങ്ങൾ ഇല്ലാതാകാം, തിരമാലകൾ ശക്തിയായി ഉയർന്നു വരാം, കടൽക്ഷോഭമുണ്ടാകാം. ഇതൊക്കെയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പല രൂപങ്ങളാണ്. 2021 IPCC റിപ്പോർട്ട് പ്രകാരം, എല്ലാ വർഷവും IPCCയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. 2021 റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ലോകത്തിന് ഉണ്ടാകാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റിലും പേമാരിയിലും ലോകത്ത് 5 കോടി വരുന്ന മനുഷ്യരുടെ ജീവൻ, മറ്റു ജീവജാലങ്ങൾ ഉൾപ്പെടെ 5 കോടി വരുന്ന മനുഷ്യരുടെ ജീവനെടുക്കുമെന്നാണ്. അതിൽ ഇന്ത്യയുടെ 17,000 കിലോമീറ്റർ തീരദേശം പങ്കുവെക്കുന്ന നാടുകളിൽ 2 കോടി മനുഷ്യർ മരണപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ IPCC റിപ്പോർട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഗാസയുടെ ഒരു പഠനം. നമ്മുടെ കൊച്ചിയെപ്പോലും, ഇപ്പോൾ വയനാട്ടിൽ ഇതുണ്ടായെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉത്കണ്ഠയുടെ ഒരു മുനമ്പിലാണ് നമ്മൾ കൊച്ചി നിവാസികൾ കഴിയുന്നത്. ഗാസയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വരുന്ന ഒരു 100 കൊല്ലങ്ങൾക്കിടയിൽ ഈ കൊച്ചി ഉൾപ്പെടെ ഇല്ലാതാകുമെന്നുള്ളതാണ്. നമുക്കറിയാം 1341 ഉണ്ടായ വലിയ മഹാപ്രളയത്തെ തുടർന്നാണല്ലോ വൈപ്പിൻ ഐലൻഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് നമ്മുടെ മുസിരീസ് മാത്രമല്ല ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട നഗരം. കൊടുങ്ങല്ലൂർ പ്രദേശം മുസിരീസ് കഴിഞ്ഞാൽ പിന്നെ തൃപ്പൂണിത്തുറയാണ് പ്രധാനപ്പെട്ട നഗരപ്രദേശം. ബാക്കി നമ്മൾ ഇരിക്കുന്നതും പരിസര പ്രദേശങ്ങളെല്ലാം ഇതുപോലെ പ്രകൃതി സൃഷ്ടിച്ച ഒന്നാണ്. മറ്റൊന്നപ്പോൾ പ്രകൃതിക്ക് ആഘാതം ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ്. ഇന്ത്യയിലാകെ ഭൂവിസ്തൃതിയിൽ വെറും 1.02% മാത്രം ഭൂവിസ്തൃതിയുള്ളൊരു നാടാണ് ഈ കേരളം. കൊച്ചു കേരളമാണ്. അതിൽ 590 കിലോമീറ്റർ തീരദേശമാണ്. വലിയൊരു പ്രദേശം മലയോരങ്ങളാണ്.
ഇതിന് ഇടയിലുള്ള ഒരു ഇടനാടിലാണ്, ഭൂപ്രദേശത്താണ് നമ്മൾ എല്ലാവരും കഴിയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആകാശത്തോളം വലുതാണ്. ഓരോ മനുഷ്യന്റെയും അഭിവാഞ്ചകളും ആഗ്രഹങ്ങളും ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാങ്കേതിക വിദ്യകളും ശാസ്ത്രവും അതെല്ലാം പരിഹരിക്കാനുള്ള ഇടപെടലുകളുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല എന്നല്ല, മനുഷ്യന്റെ പുരോഗതിക്കും അവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആകാവുന്നിടത്തോളം സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. എല്ലാ അറിവുകളും എല്ലാ കണ്ടുപിടുത്തങ്ങളും ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം, നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും അതുപോലെ വിവരവിനിമയ സാങ്കേതിക വിദ്യയിലുള്ള നേട്ടങ്ങൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത അന്തരീക്ഷത്തിലെ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ പ്രത്യേക ശ്രേണിയാണല്ലോ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിന്റെ സഹായത്തോടു കൂടി ഇപ്പം നമ്മൾ 5ാം തലമുറ വികസന നേട്ടങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി വിഭവമായ സ്പെക്ട്രം അതിനെ കൈകാര്യം ചെയ്യുന്നത് ആരാ? വലിയ ലാഭക്കൊതിയുള്ള മൂലധന ശക്തികളാണ്. ഇപ്പൊ ഹൈഡ്രജനിൽ നിന്നും വെള്ളം വേർപെടുത്താനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കും. ഹൈഡ്രജൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസായങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. ആ മേഖലയിൽ ഇടപെടുന്നത് ആരാ? ഏതെങ്കിലും സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളല്ല. അതെല്ലാം വലിയ വ്യാവസായിക താല്പര്യങ്ങളോട് കൂടിയുള്ള വലിയ മൂലധന ശക്തികളാണ്. അപ്പോൾ ഏത് കണ്ടുപിടുത്തങ്ങളും ഏത് സാങ്കേതിക വിദ്യയും എല്ലാം നമുക്ക് ജനാധിപത്യവൽക്കരിക്കപ്പെടാനും ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക തരത്തിലായിരിക്കും. അപ്പൊ ഈ ദുരന്തങ്ങളെ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും എല്ലാ സർക്കാരുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മുടെ വനമേഖലയുടെ വനവിസ്തൃതി കുറഞ്ഞു വരുന്നു എന്നുള്ള വിമർശനങ്ങളും വിലാപങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2021 മുതൽ നമ്മുടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പുതിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. വനമേഖലയിലുള്ള ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും അവന്റെ ജീവനെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനത്തിന് മാത്രം ചിലവഴിക്കാൻ ഒരു ഇടപെടാൻ കഴിയുന്ന കാര്യമല്ല. അത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയമവുമായി ബന്ധപ്പെട്ടാണ് നമുക്കതിനെ പ്രതിരോധിക്കേണ്ടത്. ഇപ്പൊ കേരളത്തിലെ തീരദേശ പ്രദേശം 9 ജില്ലകൾ തീരദേശമാണ്. 47ഓളം വരുന്ന മണ്ഡലങ്ങൾ തീരദേശ മണ്ഡലങ്ങളാണ്. അവിടെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അതുപോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവര് അപകടത്തെ നേരിടുന്ന ആണ്. അവരുടെ ജീവനോപാധികൾ കടൽ തീരവുമായി ബന്ധപ്പെട്ടാണ്. അവരെ മാറ്റി താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്നും അവരെ പറിച്ചെറിയുക എന്നുള്ളതാണ്. അപ്പോൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതാണ്. അതെല്ലാം കോടിക്കണക്കിന് രൂപ നിക്ഷേപം ആവശ്യമുള്ളതാണ്. 590 കിലോമീറ്ററും ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് ഇടാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ പല മാർഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ചെലവ് ചുരുങ്ങി ടെട്രാപോഡ് പോലെ അല്ലെങ്കിലും ജിയോ ടെക്സ്റ്റൈൽ ട്യൂബുകൾ സ്ഥാപിച്ചും പുലിമുട്ടുകൾ സ്ഥാപിച്ചും അതെല്ലാം പഠനങ്ങൾ ഒരു IIT-യുടെയും മറ്റ് ഏജൻസികളുടെ ഒക്കെ ധാരാളം പഠനങ്ങളൊക്കെ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ്. എനിക്ക് തന്നെ അറിയാം, വൈപ്പിൻ മണ്ഡലത്തിൽ IIT നടത്തിയ ഒരു പഠനമുണ്ട്. അത് 145 കോടി രൂപയാണ് അവിടെ ചെലവഴിക്കുന്നത്. കേരള തീരത്ത് ആകെ നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. ADB വായ്പയുടെ സഹായത്തോടു കൂടി 3500 കോടി രൂപയുടെ പദ്ധതിയാണ്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനും നമ്മുടെ തീരപ്രദേശത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സംരക്ഷിക്കാം. മറ്റൊന്ന് പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ കയ്യേറ്റം തന്നെയാണ്. ഇപ്പൊ വേമ്പനാട് കായൽ നമ്മുടെ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട സെൻസർ തടാകങ്ങളില് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ലോക പ്രശസ്തമായ ഒന്നാണ് വേമ്പനാട്. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, റിസോർട്ടുകളുടെ കയ്യേറ്റങ്ങൾ, ഇതെല്ലാം വേമ്പനാട് കായലിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ നദികൾ, കായലോരങ്ങളെല്ലാം കയ്യേറ്റങ്ങൾ തടയപ്പെടേണ്ടതാണ്. ആ തരത്തിൽ മനുഷ്യനൊരു ബോധം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതാണ്. കേരളത്തിലെ ഗവൺമെന്റ് എന്തായാലും 2018 പ്രളയാനന്തരം ഒരു പുതിയ കേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി എല്ലാ മേഖലകളിലും, കാർഷിക മേഖലയിലും നമ്മുടെ നദീതീരങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രകൃതിക്ക് മാരകമായ ഏൽപ്പിക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം, മാലിന്യങ്ങളുടെ സാന്നിധ്യം, അപ്പൊ ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രതിരോധങ്ങൾ പല മാർഗങ്ങളിലൂടെ, വൃക്ഷത്തൈകൾ നട്ടു വളർത്തുന്ന കാര്യങ്ങൾ,
അതുപോലെ കണ്ടൽ ചെടികൾ, കാറ്റാടി മരങ്ങൾ, ബാംബു പ്ലാന്റേഷൻ, ഇങ്ങനെയെല്ലാമുള്ള നമ്മുടെ തീരസംരക്ഷണത്തിനും മലയോരങ്ങളുടെ സംരക്ഷണത്തിനും എല്ലാമുള്ള നാനാവിധത്തിലുള്ള പദ്ധതികൾ. ചെറിയൊരു സംസ്ഥാനമാണെങ്കിലും പരിമിതമായ സാമ്പത്തിക അധികാരങ്ങൾ മാത്രമുള്ള ഒന്നാണ് കേരളത്തിലെ സർക്കാരെങ്കിലും കേന്ദ്രത്തിന്റെ സഹായങ്ങൾ ലഭിക്കുമോ ഇല്ലയോ എന്ന് കാത്തു നിൽക്കാതെ തന്നെ കേരളത്തിന്റെ മനോഹരമായ പ്രകൃതിയെയും മനുഷ്യനെയും സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർത്തെടുക്കാവുന്നതാണെന്നാണ് ഈ ചർച്ചകളിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക തന്നെ വേണം. നമ്മുടെ സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്തൊരു എല്ലാവരും കൂടിയിട്ട് കുറെ പോസ്റ്റ് ഇടുന്നു, കുറെ അതിനെ കുറിച്ചിട്ട് ഇത് പറയുന്നു. അതിലല്ല കാര്യം. നമ്മൾ ഓരോ വ്യക്തിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ നാടിനെ സംരക്ഷിക്കാനും ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ. അപ്പൊ അതിനെ തന്നെ നമുക്കറിയാം, ഇഷ്ടം പോലെ ഗവേഷണങ്ങൾ ആവശ്യമാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി കൂടുതൽ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് ഇതാവുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് തന്നെ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഒരു ചിന്ത നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്, ഇനി വരുന്ന തലമുറയ്ക്കും കൂടി ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് താഴോട്ട് വരുമ്പോൾ ഇപ്പോഴും കേരളത്തിലേക്ക് താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഗ്രീനറി ഇപ്പോഴും കാണുന്നുണ്ട്. നമ്മളിവർ മുമ്പേ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കെട്ടിടങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മുടെ കാണുന്ന ഈ ഗ്രീനറി എന്ന് മുഴുവനായി ഇല്ലാണ്ടായി കെട്ടിടങ്ങൾ വരുന്നു, കഴിഞ്ഞു.